2022 ഏപ്രിൽ 29 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പരിസരം. പ്രതിഷേധങ്ങളും ധർണകളും കൊണ്ട് എപ്പോഴും ആൾത്തിരക്കേറിയ സ്ഥലം, എപ്പോഴും മാധ്യമ ശ്രദ്ധ ലഭിക്കുന്ന ഒരിടം. പതിവ് പോലെ പ്രതിഷേധ പരിപാടികൾ കവർ ചെയ്യാനെത്തിയതാണ് മാധ്യമപ്രവർത്തകർ. പെട്ടെന്ന് റോഡിനൊരു വശത്ത് വലിയൊരു ബഹളവും ആൾക്കൂട്ടവും കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് പാഞ്ഞു. അവിടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് 3 യുവാക്കൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. തങ്ങൾക്ക് വധഭീഷണിയുണ്ടെന്നും പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും പറഞ്ഞാണ് ആത്മഹത്യാ ഭീഷണി. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശികളായ സലിം, നൌഷാദ്, സക്കീർ എന്നിവരാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും എത്തി. പെട്രോളിൽ കുളിച്ചു നിൽക്കുന്ന യുവാക്കൾക്ക് മേൽ വെള്ളമൊഴിച്ചു, അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിനിടയിലും അവർ മാധ്യമങ്ങളുടെ ക്യാമറകൾ നോക്കി എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു. ആരിൽ നിന്നാണ് വധഭീഷണിയെന്നും എന്താണതിന് കാരണമെന്നും ചോദിച്ചറിഞ്ഞു. ഷൈബിൻ അഷ്റഫ് എന്ന നിലമ്പൂരിലെ ഒരു വ്യവസായിയിൽ നിന്നാണ് തങ്ങൾക്ക് ഭീഷണിയെന്നും അയാൾ തങ്ങളെ ഒരു മോഷണ കേസിൽ പെടുത്തിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. കേസ് മലപ്പുറം ജില്ലാ പരിധിയിലായതിനാൽ തന്നെ മൂവരെയും നിലമ്പൂർ പോലീസിന് കൈമാറി. തുടർന്ന് നിലമ്പൂർ പോലീസ് ഇവരെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങളും ഭീഷണിയുടെ കാരണവും കേട്ട് പോലീസ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. അവർ ഒരു കൊലപാതക കേസിലെ പ്രതികളാണ്. കൂട്ടുപ്രതിയിൽ നിന്നാണ് ഇപ്പോൾ വധഭീഷണി നേരിടുന്നത്. അവർ പോലീസിന് മുന്നിൽ ആ കഥ പറഞ്ഞു. വർഷം 2019 മൈസൂരു. അവിടെ രാജീവ് നഗറിലെ പ്രസിദ്ധനായ പാരമ്പര്യ വൈദ്യനാണ് ഷാബാസ് ഷെരീഫ്. മൂലക്കുരുവിന് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്ന നാട്ടുവൈദ്യൻ. പ്രസിദ്ധനായതിനാൽ തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും അദ്ദേഹത്തിന്റെ ചികിത്സ തേടി ആളുകൾ എത്താറുണ്ട്. കേരളത്തിൽ നിന്നും സമാനമായ രീതിയിൽ അദ്ദേഹത്തെ തേടി ആളുകൾ എത്താറുണ്ട്. ഒരിക്കൽ അവിടെ പോയ ആളുകൾ പറഞ്ഞറിഞ്ഞാണ് മറ്റുള്ളവർ അങ്ങോട്ടേക്ക് എത്താറ്. പലവിധ കാരണങ്ങളാൽ ആളുകൾക്ക് പൊതുവെ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് മൂലക്കുരു. അസഹ്യമായ വേദനയും ദീർഘനാളത്തെ ചികിത്സയുമെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അതിൻ്റെ ചികിത്സയും പലരും രഹസ്യമായാണ് നടത്താറ്. അതിൻ്റെ ചികിത്സാ ചെലവും അല്പം കൂടുതലാണ്. മാത്രമല്ല പലർക്കും പൂർണ്ണമായൊരു രോഗമുക്തിയും ഇതിൽ നിന്നും പലപ്പോഴും കിട്ടാറുമില്ല. ഇക്കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വലിയ തട്ടിപ്പുകളും മൂലക്കുരു ചികിത്സയുടെ പേരിൽ നടക്കുന്നുമുണ്ട്. ആയിടയ്ക്കാണ് പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിനെ കുറിച്ച് നിലമ്പൂർ മുക്കട്ട സ്വദേശിയും വ്യവസായിയുമായ ഷൈബിൻ അഷ്റഫും കൂട്ടാളികളും ആരിൽ നിന്നോ കേട്ടറിയുന്നത്. അതിൽ ഒരു ബിസിനസ് സാധ്യതയുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വൈദ്യനിൽ നിന്നും ആ ഒറ്റമൂലി രഹസ്യം മനസ്സിലാക്കി മരുന്ന് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിച്ച് കോടികളുണ്ടാക്കാം അയാൾ കണക്ക് കൂട്ടി. അങ്ങനെ കൂട്ടാളികളെയും കൂട്ടി മൈസൂരിലേക്ക് പുറപ്പെട്ടു. എന്നാൽ നേരിട്ട് ഒറ്റമൂലിക്കൂട്ടുകളെക്കുറിച്ച് ചോദിച്ചാൽ വൈദ്യൻ പറയില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ തന്നെ തങ്ങളുടെ വൃദ്ധനായ ഒരു ബന്ധു അവിടെ അടുത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്നുണ്ടെന്നും ഇങ്ങോട്ടേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമാണെന്നും തങ്ങളോടൊപ്പം വരണമെന്നും അവർ വൈദ്യനോട് അഭ്യർത്ഥിച്ചു. ആദ്യം തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും ഷൈബിൻ അഷ്റഫിന്റെയും കൂട്ടാളികളുടെയും നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ വൈദ്യൻ വരാമെന്ന് സമ്മതിച്ചു. തുടർന്ന് ഷൈബിൻ അഷ്റഫിന്റെ ആഡംബര കാറിൽ അയാൾ അവർക്കൊപ്പം കയറി. എന്നാൽ തൊട്ടടുത്തേക്കെന്ന് പറഞ്ഞ് പുറപ്പെട്ട ആ കാർ നിന്നത് ഷൈബിൻ അഷ്റഫിന്റെ നിലമ്പൂർ മുക്കട്ടയിലെ വീട്ടിലായിരുന്നു. വീട്ടിലെത്തിയ സംഘം അയാളെ ഒരു മുറിയിൽ ചങ്ങലയിൽ ബന്ധിയാക്കി ഒറ്റമൂലിക്കൂട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് പറയാൻ അയാൾ തയ്യാറായില്ല. അതോടെ മർദ്ദനം ആരംഭിച്ചു. പക്ഷെ എത്ര മർദ്ദിച്ചിട്ടും വൈദ്യൻ ആ മാന്ത്രിക കൂട്ടിന്റെ രഹസ്യം വെളിപ്പെടുത്തിയില്ല. പോകെ പോകെ മർദ്ദനത്തിന്റെ രീതി മാറി. ഇരുമ്പുപടി കൊണ്ടുൾപ്പെടെ ചെങ്ങലക്കിട്ട ഷാബാസ് ഷെരീഫിനെ പ്രതികൾ ക്രൂരമായി മർദ്ദിച്ചു. ഏകദേശം 1.5 വർഷക്കാലം തടവിലിട്ടു. ഇടയ്ക്കിടെ മർദ്ദനം തുടർന്നു. ഇതിനിടെ 2020 ഒക്ടോബർ 8 ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഷാബാസ് ഷെരീഫ് മരിച്ചു. മൃതദേഹം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ പ്രതികൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അവർ നേരെ പോയത് നിലമ്പൂർ ടൗണിലേക്കായിരുന്നു. അവിടെ ഒരു കടയിൽ നിന്നും ഇറച്ചി വെട്ടാൻ ഉപയോഗിക്കുന്ന തരം കത്തികൾ വാങ്ങി. തടിമിലിൽ നിന്നും ഏതാണ്ട് 1.5 മീറ്റർ നീളമുള്ള പുളിമരത്തിന്റെ ഒരു തടിക്കഷ്ണവും സംഘടിപ്പിച്ചു. വീണ്ടും മുക്കട്ടയിലെ വീട്ടിലെത്തിയ പ്രതികൾ മൃതദേഹം ബാത്റൂമിലേക്ക് മാറ്റി. തുടർന്ന് ഇറച്ചിക്കടയിൽ മാടിനെ ഇറക്കുന്ന പോലെ ആ മനുഷ്യ ശരീരം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പോളിത്തീൻ കവറുകളിലേക്കാക്കി. പിന്നീട് എടവണ്ണ സീതി ഹാജി പാലത്തിന് താഴെ ചാലിയാർ പുഴയിൽ ഉപേക്ഷിച്ചു. അവിടെയും പരമാവധി തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി
വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ കവറുകളിൽ നിന്ന് മാറ്റി നേരിട്ടാണ് പ്രതികൾ പുഴയിൽ തള്ളിയത്. വളരെ ചെറിയ കഷ്ണങ്ങളായി മൃതദേഹം മുറിച്ചതിനാൽ തന്നെ ഇത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കില്ലെന്ന് പ്രതികൾക്കറിയാമായിരുന്നു. അതിനാൽ തന്നെ ആ രഹസ്യം അല്പകാലത്തേക്ക് ആരും അറിഞ്ഞില്ല. ഷാബാസ് ഷെരീഫിനെ കാണാനില്ലെന്ന് കാണിച്ച കുടുംബം ലോക്കൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ അന്വേഷണമൊന്നും നടന്നില്ല. ഇതും പ്രതികൾക്ക് രക്ഷയായി. കൊലപാതകത്തിന് മുൻപ് കൂട്ടാളികൾക്ക് വലിയ തുകയാണ് ഷൈബിൻ അഷ്റഫ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ കൊലപാതകം നടന്ന മാസങ്ങളേറെ കഴിഞ്ഞെങ്കിലും പറഞ്ഞുറപ്പിച്ച പണം നൽകാതായതോടെ കൂട്ടുപ്രതികളായ സലീം, നൌഷാദ്, സക്കീർ എന്നിവരടങ്ങുന്ന സംഘം ഷൈബിൻ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടത്തി. 7 ലക്ഷം രൂപയും സ്വർണവും മൊബൈലും ലാപ്ടോപ്പും തുടങ്ങി കയ്യിൽ കിട്ടിയതെല്ലാം അവർ എടുത്തു. ഇതോടെ ഷൈബിൻ അഷ്റഫിനും ഇവരോട് പകയായി. തുടർന്ന് 2020 ഏപ്രിൽ 23-ന് വീട്ടിൽ കയറി ഒരു സംഘം തന്നെ മർദ്ദിച്ചുവെന്ന് കാണിച്ച് നിലമ്പൂർ പോലീസിൽ ഇയാൾ പരാതി നൽകി. ഈ കേസിൽ നൌഷാദിന്റെ സഹോദരനെ വയനാട്ടിൽ നിന്ന് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതിന് പിന്നാലെയാണ് ബാക്കിയുള്ള പ്രതികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണിയുമായി എത്തിയത്. കൊലപാതകം നടന്ന 2 വർഷത്തിന് ശേഷമാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. മലപ്പുറം SP സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ടീമിനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല. കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹം കണ്ടെടുക്കാൻ സാധിക്കാതിരുന്നത് കേസിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. നേവി ഉൾപ്പെടെ ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താനായില്ല. കാരണം കഷ്ണങ്ങളാക്കിയ മൃതദേഹം ചാലിയാറിൽ ഉപേക്ഷിച്ചിട്ട് അപ്പോഴേക്കും 2 വർഷത്തിലധികം പിന്നിട്ടിരുന്നു. മാത്രമല്ല ചാലിയാറിൽ അക്കാലയളവിൽ വലിയ തോതിൽ വെള്ളമുയരുകയും ചെയ്തിരുന്നു. ഇക്കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ മൃതദേഹത്തിന്റെ ഒരു തുമ്പും പുഴയിൽ നിന്ന് കണ്ടെത്താനായില്ല. പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. ഷൈബിൻ അഷ്റഫിന്റെ മുക്കട്ടയിലെ വീട്ടിലും കാറിലും വിശദമായ പരിശോധന നടത്തി. അങ്ങനെ കാറിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കുറച്ച് ഒടിനാരുകൾ ലഭിച്ചു. ഇത് സംസ്ഥാന ഫോറൻസിക് ലബോറട്ടറിയിൽ DNA പരിശോധനയ്ക്ക് വിധേയമാക്കി. എന്നാൽ ഇതിൽ കാര്യമായ ഫലമുണ്ടായില്ല. തുടർന്ന് കൂടുതൽ അഡ്വാൻസ്ഡ് ടെസ്റ്റായ മൈറ്റോകോൺഡ്രിയൽ പരിശോധന ആവശ്യമായി വന്നു. ഏതാണ്ട് 5.5 ലക്ഷം രൂപ ചിലവാക്കി തിരുവനന്തപുരം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിലാണ് ഇത് നടത്തിയത്. ടെസ്റ്റ് ഫലം പോസിറ്റീവായിരുന്നു. അതെ, ആ മുടിനാരിഴ ഷാബാസ് ഷെരീഫിൻ്റെതായിരുന്നു. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കിയ ബാത്റൂം അന്വേഷണ സംഘം വീണ്ടും പരിശോധിച്ചു. എന്നാൽ ഒരു മനുഷ്യ ശരീരം വെട്ടിമുറിച്ചതിൻ്റെ യാതൊരു അവശിഷ്ടവും അവിടെ നിന്നും കണ്ടെത്താനായില്ല. അപ്പോഴാണ് അന്വേഷണ സംഘം അക്കാര്യം ശ്രദ്ധിച്ചത്. ബാത്റൂമിലെ ടൈലുകളെല്ലാം പുതിയതാണ്. മാത്രമല്ല ആ വീടിൻ്റെ പഴക്കവുമായി അത് മാച്ച് ചെയ്യുന്നുമില്ല. സംശയം തോന്നിയ അന്വേഷണ സംഘം പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു. അതെ, ആ ടൈലുകൾ പുതിയത് തന്നെയാണ്. മൃതദേഹം വെട്ടിമുറിച്ച ശേഷം തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ടൈലുകൾ പൊളിച്ചു മാറ്റി പുതിയ ടൈലുകൾ ഇട്ടു. പക്ഷേ എത്ര തെളിവുകൾ നശിപ്പിച്ചാലും പ്രതികളിലേക്ക് എത്താനായി മാത്രം ബാക്കി വെച്ച എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടാവുമെന്ന് ഉറപ്പിച്ച പോലീസ് ആ ടൈലുകൾ പൊളിക്കാൻ തീരുമാനിച്ചു. ഊഹം തെറ്റിയില്ല. ടൈലുകൾ പ്രതികൾ പൊളിച്ചു മാറ്റിയെങ്കിലും പുറത്തേക്കുള്ള വേസ്റ്റ് പൈപ്പുകൾ മാറ്റിയിരുന്നില്ല. ബാത്റൂമിലെ വേസ്റ്റ് വാട്ടർ പൈപ്പിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി. വിശദ പരിശോധനയിൽ അത് കൊല്ലപ്പെട്ട ഷാബാസ് ഷെരീഫിൻ്റെതാണെന്ന് തെളിഞ്ഞു. ഇതിനിടെ പ്രതികളിൽ ഒരാൾ അന്വേഷണ സംഘത്തിന് കൈമാറിയ പെൻഡ്രൈവിൽ നിന്നും ഏതാണ്ട് 1.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും കണ്ടെടുത്തു. ഷാബാസ് ഷെരീഫിനെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിക്കുന്നതായിരുന്നു അത്. ഇതും കേസിൽ നിർണായക തെളിവായി. കോടതിയിൽ 80-ലധികം സാക്ഷികളെ വിസ്തരിച്ചു. മൃതദേഹം ലഭിക്കാത്ത ഒരു കൊലപാതക കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും സാക്ഷിമൊഴികളും മാത്രം ആധാരമാക്കി അന്വേഷണ സംഘം 3177 പേജുകളുള്ള ഒരു കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ 3 പേർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞു. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫ്, ഇയാളുടെ മാനേജറും 2-ാം പ്രതിയുമായ ഷിഹാബുദ്ദീൻ, ഡ്രൈവറും 6-ാം പ്രതിയുമായ നൌഷാദ് എന്നിവരെയാണ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 9 പ്രതികളെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ഒരാളെ മാപ്പുസാക്ഷിയാക്കി. പിടികൂടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. 1-ാം പ്രതി ഷൈബിൻ അഷ്റഫിന് 13.25 വർഷം തടവും 2.25 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷയായി മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചത്. 2-ാം പ്രതിക്ക് 8.25 വർഷവും 3-ാം പ്രതിക്ക് 5.25 വർഷവും തടവും വിധിച്ചു. നിലമ്പൂരിലെ ഒരു സാധാരണ പ്രവാസി വ്യവസായിയായിരുന്ന ഷൈബിൻ അഷ്റഫ് ഒരു കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് വിദേശത്തു നിന്നും പുറത്താക്കപ്പെട്ടത്. പിന്നീട് നാട്ടിൽ മടങ്ങിയെത്തിയ ഇയാൾ നാട്ടിൽ സ്വന്തമായി മൂലക്കുരുവിനുള്ള ഒരു പാരമ്പര്യ ആശുപത്രി സ്ഥാപിക്കാനും പദ്ധതിയിട്ടു. ഇതിനായി ഒറ്റമൂലിയുടെ ഔഷധക്കൂട്ട് മനസ്സിലാക്കാനാണ് ഇയാൾ കൂട്ടാളികളുമായി ചേർന്ന പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവന്നത്.
കൊലപാതകം നടന്ന 2.5 വർഷത്തിന് ശേഷം മൃതദേഹത്തിൻ്റെ യാതൊരു തുമ്പും അവശേഷിക്കാതിരുന്ന ഒരു കേസിൽ ഒരു മുടിനാരിഴ പ്രതികളുടെ വിധിയെഴുതി. ഒരുപക്ഷെ മൈസൂരുവിൽ നിന്ന് തട്ടിക്കൊണ്ടുവരുന്ന വഴിയായിരിക്കാം ഷാബാ ഷെരീഫിൻ്റെ മുടി ആ കാറിൽ വീണത്. അതിനുശേഷം എത്രയോ തവണ ഷൈബിൻ ആ കാർ ഉപയോഗിച്ചിരിക്കാം, എത്രയോ ആളുകൾ അതിൽ കയറിയിരിക്കാം, വാഹനം കഴുകിയിരിക്കാം. പക്ഷേ തെളിവുകളൊന്നും അവശേഷിക്കാതിരിക്കാൻ ആ ശരീരം അയാൾ കഷ്ണങ്ങളാക്കി എറിഞ്ഞെങ്കിലും ഒരിക്കൽ തന്നെ തേടി വരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായി ആ മുടിനാരിഴ കാത്തുകിടന്നു.